നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷനായ രാജ് താക്കറെ, ശിവസേനയുടെ അധ്യക്ഷനായ ഉദ്ധവും പരസ്പരം മഹാലയനത്തിലേക്ക് പോവുകയാണ്. ഏകനാഥ് ഷിൻഡെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതൊക്കെ ഇവർ ആലോചിച്ചെങ്കിലും വളരെ വ്യക്തമായി തന്നെ BJP ഏകനാഥ് ഷിൻഡെ ഉപയോഗിച്ച് ഉദ്ധവിനെ കുറച്ചുകൂടി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള കളികൾ, നാണം കെട്ട കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ BJP നേതൃത്വത്തിന് ഏക ഭയം നിതിൻ ഗഡ്കരിയെ മാത്രമാണ്. കാരണം ഗഡ്കരി ഈ രീതിയിലുള്ള BJPയുടെ നയങ്ങൾ, എന്തിനധികം പറയുന്നു, അധികാരത്തിലേക്ക് എത്തിയ വഴി പോലും ശരിയായ ദിശയിലല്ല എന്ന് തുറന്നടിക്കാൻ കെൽപ്പുള്ള ഏക നേതാവ്. മോദിയുടെ ഉപജാപക വൃന്ദത്തിൽ ഇല്ലാത്ത അമിത്ഷായെയോ മോദിയോ പ്രകീർത്തിച്ച് പറഞ്ഞ് കയ്യടി നേടാൻ വേണ്ടി ഒരിക്കലും തയ്യാറാകില്ലാത്ത ശക്തനായ ഒരു BJP നേതാവ്. അതാണ് നാഗ്പൂരുകാരനായ RSSകാരനായ ഗഡ്കരി. പക്ഷെ ഗഡ്കരിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്നത് മന്ത്രിസഭയിൽ തന്നെ അപമാനിക്കാൻ വേണ്ടി ബോധപൂർവം പരമാവധി ശ്രമിക്കുകയാണ്. എത്തനോൾ വിഷയവുമായി ബന്ധപ്പെട്ട് ഗഡ്കരിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പലരും ടാർഗറ്റ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിലടക്കമില്ല. നമുക്കറിയാം, ഈ രാജ്യത്ത് ഇപ്പോൾ കലർപ്പില്ലാത്ത പെട്രോൾ കൊടുക്കുന്നില്ല. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പെട്രോൾ വില അല്പം ഒന്ന് കൂടിയ സമയത്ത് അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളൊന്നും ആരും മറന്നിട്ടില്ല. പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നതിൻ്റെ പേരിൽ BJP നടത്തിയ സമര പരിപാടികളൊക്കെ ആരും മറന്നിട്ടുമില്ല. ഇപ്പോൾ ഈ രാജ്യത്ത് കൊള്ള ലാഭം എടുത്തുകൊണ്ട് പെട്രോൾ വില വർദ്ധിക്കുകയാണ്. ആ പെട്രോളിയം വകുപ്പിൻ്റെ ചുമതലയല്ല ഗഡ്കരിക്കെങ്കിൽ പോലും ഗഡ്കരിയെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ആഗ്രഹിക്കുന്നത്. വെടക്കാക്കി തനിക്കാക്കുന്ന രീതിയുടെ മറ്റൊരു വെർഷൻ, ഗഡ്കരിയെ പരമാവധി അപമാനിക്കുക, നിർഗുണനാണെന്നും ഒരു രീതിയിലും ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയല്ലെന്നും പറഞ്ഞ് ഗഡ്കരിയെ താറടിക്കുക. ഉപരിഗതാഗതം ഉൾപ്പെടെയുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ വകുപ്പാണ് അദ്ദേഹം 2014 മുതലേ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 12 കൊല്ലമായി ആ വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ആ വകുപ്പല്ലാതെ മറ്റേതെങ്കിലും വകുപ്പുകളുടെ സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മഹാരാഷ്ട്രയിൽ പണ്ട് മഹാരാഷ്ട്ര ക്യാബിനറ്റിൽ ഗതാഗത മന്ത്രിയായി ഏറ്റവും മികവാർന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. അതാണ് അദ്ദേഹത്തെ ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിൽ ഏറ്റവും മികച്ച മന്ത്രിയായി കണക്കാക്കുന്നത്. എന്നാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ തങ്ങളുടെ ഉപജാപക വൃന്ദത്തിലെ പീയൂഷ് ഗോയലിനെയും അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെയും നിർമ്മല സീതാരാമനെയും ഒക്കെയാണ് ഏറ്റവും താല്പര്യം. കാരണം അവരെ സംരക്ഷിക്കണം, അവർക്കെതിരെ വരുന്ന അപമാനങ്ങൾ മറ്റു ദിശയിലേക്ക് വിടണം, ഗഡ്കരിയെ പോലുള്ളവരെ താറടിക്കണം. അതിലൂടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് കൂടി നടപ്പിലാക്കാനുള്ള ശ്രമമാണ്.